മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാർ പൂർണ്ണതോതിൽ പരിഹരിക്കാനാകാത്തതിനെ തുടർന്ന് ഇന്നും വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 9 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അതേസമയം തിരുവനന്തപുരത്ത് നിന്നുള്ള 2 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ഇൻഡിഗോ വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. മുംബൈ, ബംഗളൂരു വഴിയുള്ള ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ് എന്നീ വിമാനങ്ങളും രാവിലെ 11:20 മുമ്പുള്ള മുംബൈ വിമാനവും റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ക്രൗഡ് സ്ട്രൈക്കിന്റെ ഒരു സുരക്ഷാ അപ്ഡേറ്റിലെ പിഴവ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് സിസ്റ്റങ്ങളെ വെള്ളിയാഴ്ച മുതൽ സാങ്കേതിക പ്രശ്നത്തിലേക്ക് തള്ളിവിടുകയാണ്. ക്രൗഡ് സ്ട്രൈക്കിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ മുൻനിര കമ്പനികളും വിമാനത്താവളങ്ങളുമെല്ലാം ഇതോടെ പ്രതിസന്ധിയിലായ അവസ്ഥയാണ്. ചെക്ക് ഇൻ ചെയ്യാനും ബാഗേജ് ക്ലിയറൻസ് നടത്താനും പോലും പറ്റാത്ത അവസ്ഥ. ചില വിമാനത്താവളങ്ങളിൽ ഡിസ്പ്ലേ ബോർഡുകൾ പണിമുടക്കിയതോടെ വമ്പൻ വൈറ്റ് ബോർഡുകളിൽ വിമാന സർവീസ് വിവരങ്ങൾ എഴുതി വയ്ക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു. ആഗോളതലത്തിൽ മൈക്രോസോഫ്റ്റ് പ്രവർത്തനം തകരാറിലായതിനെ തുടർന്ന് 2ാം ദിവസവും രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വന്നത്. ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലടക്കം യാത്രക്കാർ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. രോഷം കാരണം തങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടെന്നും രാത്രി മുഴുവൻ താൻ ഉറങ്ങിയിട്ടില്ലെന്നും ഒരു യാത്രക്കാരൻ പറഞ്ഞു. ഞാൻ ഇന്നലെ മുംബൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഫ്ലൈറ്റ് റദ്ദാക്കി. ഞങ്ങൾക്ക് സേവനം നൽകിയെങ്കിലും അവർ ഞങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഞങ്ങൾക്ക് രാത്രി മുഴുവൻ കാത്തിരിക്കേണ്ടി വന്നു. രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല, മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞു. മിക്ക വിമാനങ്ങളും വൈകുന്നതായി ഡൽഹി വിമാനത്താവളത്തിലെ ഒരു യാത്രക്കാരൻ പറഞ്ഞു. താൻ ലണ്ടനിലേക്ക് യാത്ര ചെയ്യുകയാണ്. എൻ്റെ ഫ്ലൈറ്റ് അരമണിക്കൂറെങ്കിലും വൈകി. വിമാനത്താവളത്തിന് പുറത്ത് നീണ്ട ക്യൂവാണ്. മിക്ക വിമാനങ്ങളും വൈകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ചെന്നൈ എയർപോർട്ടിൽ നിരവധി വിമാനങ്ങൾ തടസ്സപ്പെട്ടു. 2ാം ദിവസവും ഇത്തരത്തിൽ പ്രതിസന്ധി കാരണം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഈ ഒരു പ്രശ്നം കാരണം എയർപോർട്ടിലെ ജീവനക്കാർക്കും അതേസമയം എയർപോർട്ടിലെത്തിയ യാത്രക്കാർക്കും നിരവധി പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഇത്തരത്തിലൊരു പ്രതിസന്ധിയില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പല യാത്രക്കാരും വിമാനം കയറാൻ എത്തിയത്. എന്നാൽ അവിടെ എത്തിയ ശേഷമാണ് തങ്ങൾക്ക് ഈ ഒരു മുന്നറിയിപ്പ് ലഭിച്ചതെന്നാണ് യാത്രക്കാർ പറയുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ഈ ഒരു പ്രശ്നം എന്താണെന്ന് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇനി നാളെ യാത്ര ചെയ്യാനിരിക്കുന്ന എല്ലാ യാത്രക്കാർക്കും ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു.